നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് ടി.പി. ഷാജി തന്നെ. കോൺഗ്രസിലെ നഗരസഭാ പാർലമെന്ററി പാർട്ടി നേതാവായും ടി.പി. ഷാജിയെ തെരഞ്ഞെടുത്തു. യു.ഡി.എഫിന് ഭരണം ലഭിച്ച പട്ടാമ്പി നഗരസഭയിൽ ആദ്യ പകുതി ചെയർമാൻ സ്ഥാനം കോൺഗ്രസിനാണ്. കോൺഗ്രസിലെ ടി.പി. ഷാജിയെ ചെയർമാൻ സ്ഥാനത്തേക്ക് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തിരഞ്ഞെടുത്തു. KPCC രാഷ്ട്രീയ കാര്യസമിതി അംഗം CP മുഹമ്മദ്, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. നഗരസഭാ പാർലമെന്ററി പാർട്ടി ചെയർമാനായും ടി.പി. ഷാജിയെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തതായും നേതാക്കൾ പറഞ്ഞു. പട്ടാമ്പി മുനിസിപ്പൽ പാർലമെന്ററി പാർട്ടി യോഗം നിരീക്ഷകനും രാഷ്ട്രീയ കാര്യസമിതി അംഗവുമായ പ്രിയപ്പെട്ട CP മുഹമ്മദും സാന്നിധ്യത്തിൽ അദ്ദേഹത്തിനും വിനീതനായി എനിക്കുമാണ് ഈ നിയോജകമണ്ഡലത്തിലെ പാർലമെന്ററി പാർട്ടി ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം. അതനുസരിച്ച് പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിലെ നേതാവിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള യോഗമാണ് ഇവിടെ ചേർന്നത്. ഈ യോഗത്തിൽ വെച്ച് പ്രിയപ്പെട്ട ഷാജി കോൺഗ്രസിന് അനുവദിച്ച കാലാവധി അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടി ചെയർമാനും അതുവഴി മുനിസിപ്പൽ ചെയർമാനുമായി തെരഞ്ഞെടുക്കുന്നതിന് ഐക്യകണ്ഠേന എല്ലാ മെമ്പർമാരുടെയും സാന്നിധ്യത്തിൽ അത് അംഗീകരിക്കപ്പെട്ടു. അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടി ചെയർമാനായി അംഗീകരിച്ച വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. മുൻ ഭരണസമിതിയിലെ വൈസ് ചെയർമാനാണ് ടി.പി. ഷാജി. ഭരണപരിചയമുള്ള ടി.പി. ഷാജിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം നഗരസഭയിൽ മാതൃകാപരമാവുമെന്ന് CP മുഹമ്മദ് പറഞ്ഞു. പാർലമെന്ററി പാർട്ടി ലീഡറായി തെരഞ്ഞെടുത്ത ടി.പി. ഷാജി സ്വാഭാവികമായിട്ടും മുനിസിപ്പൽ ചെയർമാനുമായി തെരഞ്ഞെടുക്കപ്പെടും. ഭരണപരിചയമുള്ള പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള ഒരു നേതാവാണ് ടി.പി. ഷാജി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ മുനിസിപ്പൽ കൗൺസിലും ഭരണവും മാതൃകാപരമായ ഭരണം കാഴ്ചവെക്കുമെന്നും പട്ടാമ്പിയുടെ അഭൂതപൂർവമായ വികസനത്തിന് മുൻകൈയെടുക്കുമെന്നും വോട്ടർമാർക്കും ഈ നാട്ടിലെ എല്ലാവർക്കും പ്രതീക്ഷിക്കാം. അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ബാക്കി കാര്യങ്ങൾ വരാനിരിക്കുന്ന സമയത്ത് ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. പാർട്ടിയോടെ എന്നും നന്ദിയും കടപ്പാടും ഉണ്ടായിരിക്കുമെന്നും പട്ടാമ്പിയുടെ സമഗ്ര വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും ടി.പി. ഷാജി പ്രതികരിച്ചു. പട്ടാമ്പി നഗരസഭയിലെ കോൺഗ്രസ് അംഗങ്ങളുടെ പാർലമെന്ററി പാർട്ടി യോഗമാണ് ഇവിടെ ചേർന്നത്. ബഹുമാന്യനായ ശ്രീ CV ബാലചന്ദ്രൻ അവர்களுടെയും പ്രിയപ്പെട്ട CP മുഹമ്മദ് ex-MLA അവരുടെ നേതൃത്വത്തിലാണ് ഇന്ന് യോഗം ഇവിടെ വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിൽ ഐക്യകണ്ഠേന എന്നെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സന്തോഷം അറിയിക്കുകയാണ്. നന്ദിയും കടപ്പാടും ഈ പാർട്ടിയോടും അറിയിക്കുകയാണ്. ഈ സ്ഥാനലബ്ധി വഴി പട്ടാമ്പിയുടെ സമഗ്രമായ വികസനത്തിനും താഴെ തലത്തിലുള്ള സാധാരണ ജനങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതിനെല്ലാ ജനങ്ങളുടെയും പിന്തുണ കക്ഷി രാഷ്ട്രീയത്തിന് അധീനമായി ഉണ്ടാകണം എന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാം. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ്, മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ കിഴായൂർ, മറ്റു കൗൺസിലർമാരും യോഗത്തിൽ പങ്കെടുത്തു. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട LDF ജനപ്രതിനിധികൾക്ക് CPIM നാഗലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി കൂറ്റനാട് ടൗണിൽ സ്വീകരണം നൽകി. തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗം T അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം VK ചന്ദ്രൻ, ഏരിയ കമ്മിറ്റി അംഗം A കുട്ടിനാരായണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം TK സുധേഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PR കുഞ്ഞുണ്ണി, നാഗലശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VP അഷ്റഫ്, പഞ്ചായത്ത് അംഗം PM ആര്യൻ മാസ്റ്റർ, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം AK ഷാനിബ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വീകരണ സമ്മേളനത്തിന് മുന്നോടിയായി ടൗണിൽ സ്വീകരണ റാലിയും ഉണ്ടായിരുന്നു. ആ വിജയത്തിന് ആവശ്യമായ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത നാഗലശ്ശേരിയിലെ നേതൃത്വത്തെ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. ഏത് വെല്ലുവിളിയെയും നല്ല രാഷ്ട്രീയ വ്യക്തതയോടുകൂടി കുറ്റമറ്റ സംഘടനാ പ്രവർത്തനത്തിലൂടെ മറികടക്കാം എന്നതിന്റെ തെളിവാണ് നാഗലശ്ശേരിയിലെ വിജയം. അങ്ങനെ മറികടക്കാൻ പറ്റാത്തൊരു വെല്ലുവിളിയുമില്ല എന്ന് നാഗലശ്ശേരി തെളിയിച്ചിരിക്കുകയാണ്. വെറും വിജയമല്ലല്ലോ, 19 ൽ 16 സീറ്റും നേടിയ വിജയമാണ്. ജയിച്ചതെല്ലാം നല്ല ഭൂരിപക്ഷത്തോടു കൂടിയാണ് എന്ന് മാത്രമല്ല
BJPക്ക് ഉണ്ടായിരുന്ന നാഗലശ്ശേരിയിലെ അക്കൗണ്ടും പൊട്ടിച്ച വിജയമാണ് ഈ വിജയം എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു കാര്യം മനസ്സിലായില്ലേ? ആർക്കാണ് BJPയെ ചെറുക്കാനാവുക, ആർക്കാണ് BJPയെ തോൽപ്പിക്കാനാവുക എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് നാഗലശ്ശേരിയിൽ നിന്ന്. ഇവിടെ നാഗലശ്ശേരി മാത്രമല്ല കേട്ടോ, BJP. എടപ്പാളിൽ ബൈക്കിലെത്തിയ ഹെൽമറ്റ് ധരിച്ച രണ്ടംഗ സംഘം യുവതിയുടെ മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞു. മോഷണത്തിനിടെ യുവതി വീണ് പരിക്കേറ്റു. എടപ്പാൾ സ്വദേശിനി തയ്യൽ വളപ്പിൽ ദിവ്യയ്ക്കാണ് പരിക്കേറ്റത്. എടപ്പാൾ കുറ്റിപ്പുറം റോഡിൽ നിന്നും വിക്ടറി ITA റോഡിലേക്ക് പോകുന്ന സമയത്തായിരുന്നു സംഭവം. ദിവ്യയെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണത്തിന് സഹായഹസ്തവുമായി കൂടുതൽ വ്യാപാരികൾ. കയ്യേറ്റമില്ലാത്ത സ്ഥലങ്ങൾ റോഡ് നവീകരണത്തിനായി വിട്ടു നൽകാനാണ് വ്യാപാരികൾ തീരുമാനിച്ചിരിക്കുന്നത്. പട്ടാമ്പി ടൗണിലെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് കയ്യേറ്റമില്ലാത്ത ഭൂമികൾ വ്യാപാരികളുടെ നേതൃത്വത്തിൽ റോഡ് നിർമ്മാണത്തിനായി വിട്ടു നൽകുന്നത്. കമാനത്തിനുപ്പുറം ഇരുവശത്തെ വ്യാപാരികളാണ് റോഡ് നവീകരണത്തിനായി എല്ലാവിധ പിന്തുണയും ബന്ധപ്പെട്ടവരെ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മോഹസിൻ MLAയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളും ചർച്ച നടത്തി. കയ്യേറ്റ ഭൂമി അല്ലാതിരുന്നിട്ടും സ്വന്തം സ്ഥാപനങ്ങളുടെ മുൻവശം പൊളിച്ചേ മാറ്റി റോഡ് വീതി കൂട്ടുന്നതിനാവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ വ്യാപാരികൾ തയ്യാറായിരിക്കുകയാണ്. നാടിന്റെ വികസനത്തിനായി അല്പം വിഷമമുണ്ടാകുന്നതിൽ സന്തോഷമുണ്ടെന്ന് സീനിയർ സിറ്റിസൺ ഫോറം പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ മുഹമ്മദ് കുട്ടി പറഞ്ഞു. വ്യാപാര സ്ഥാപനങ്ങളുടെ സ്ഥലങ്ങൾ പൊളിച്ച് റോഡ് നവീകരണത്തിനായി മാറ്റുന്നതിന്റെ ഭാഗമായി അതിരുകൾ മാർക്ക് ചെയ്യുന്ന നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. കമാനം മുതൽ റെയിൽവേ സ്റ്റേഷൻ റോഡ് വരെയുള്ള ഭാഗമാണ് ഇത്തരത്തിൽ പൊളിച്ചു നീക്കി റോഡ് നവീകരണം നടപ്പാക്കുന്നത്. റോഡിന്റെ വലതുവശത്തു കൂടിയുള്ള അഴുക്കുചാലുകളുടെ നിർമ്മാണം നിലവിൽ നടന്നു വരുന്നുണ്ട്. ക്രിസ്മസ് അവധിക്ക് സ്കൂൾ അടയ്ക്കുന്നതോടെ കാർ ഷെഡ് അടക്കമുള്ളവ പൊളിച്ചു മാറ്റി റോഡ് നവീകരണം ദ്രുതഗതിയിലാക്കാനാണ് തീരുമാനം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി, ചേംബർ ഓഫ് കൊമേഴ്സ് വ്യാപാരി സമിതി ഭാരവാഹികളും ഇതുമായി ബന്ധപ്പെട്ടുള്ള സഹായങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. വ്യാപാരി സംഘടനയുടെ നേതാക്കളും MLAക്കൊപ്പം സ്ഥലത്തെത്തിയിരുന്നു. പട്ടാമ്പി അത്ലറ്റിക്സ് അക്കാദമിയുടെ ടീം ജേഴ്സി വിതരണം സംഘടിപ്പിച്ചു. മുഹമ്മദ് മോഹസിൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. യുവതലമുറയെ കളിക്കളങ്ങളിലേക്ക് ആകർഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കായിക പരിശീലനവുമായി പട്ടാമ്പിയിലെ കിഡ്സ് അത്ലറ്റിക് ക്ലബ്ബ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. കായിക പരിശീലനം നൽകുന്ന കുട്ടികൾക്കുള്ള ജേഴ്സികളുടെ വിതരണമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. മുൻ കായിക താരങ്ങളായ CP പ്രദീപ്, T രതീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത്. ഇതോടൊപ്പം വിവിധ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കുള്ള ജേഴ്സി വിതരണം പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് നടന്നത്. മുഹമ്മദ് മോഹസിൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. അത്ലറ്റിക് അക്കാദമിയുടെ നേതൃത്വത്തിൽ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ പരിശീലനം നടത്താനുള്ള വളരെ മികച്ച പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സ്പോർട്സ് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ലൈഫിൽ. കായിക മേഖലയിൽ പരിശീലനം ചെറുപ്രായത്തിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ മികച്ച കായിക മേഖലയിൽ മാത്രമല്ല വളരെ മികച്ച പൗരന്മാരെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയമില്ല. ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന് സ്പോർട്സ് കൾച്ചർ വളരെ ചെറുപ്പത്തിൽ തന്നെ വരേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് അത്ലറ്റിക് മേഖലകൾ വലിയ സാധ്യതകളുള്ള കുട്ടികൾക്ക് അവരുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും കരിയറിലാണെങ്കിലും ഒക്കെ വലിയ സാധ്യതകളുള്ള ഒരു മേഖല കൂടിയാണ്. അപ്പൊ അതിന് പരിശീലനം നൽകാൻ അത്ലറ്റിക് അക്കാദമി മുന്നോട്ട് വരികയും അതിന്റെ ഭാഗമായി കുട്ടികൾക്ക് നിരന്തരമായി ഇപ്പോൾ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. വളരെ കുട്ടികൾ ആവേശപൂർവ്വമാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്, രക്ഷിതാക്കളടക്കമുള്ളവർ എന്നറിഞ്ഞതിലും ഏറെ സന്തോഷമാണ്. തീർച്ചയായിട്ടും ഈ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിന് കൂടെ തന്നെ അവർക്കൊരു പ്രോത്സാഹനം എന്നുള്ള നിലക്ക് അവർക്ക് ജേഴ്സി വിതരണം കൂടി അക്കാദമിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി വാർഡ് കൗൺസിലർ CS സുരേഷ്, പരിശീലകരായ CP പ്രദീപ്, T രതീഷ്, പട്ടാമ്പി സ്റ്റേഷൻ ASI വിനോദ്, മുരളീധരൻ വേളേരിമഠം, അക്ബർ, സ്കൂൾ PTA പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ, അമ്മുക്കുട്ടി ടീച്ചർ, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്തു. 4 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ലക്ഷ്യമിട്ടാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 7 മണി മുതൽ 1.5 മണിക്കൂർ നീളുന്നതാണ് പരിശീലനം. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ സ്വീകാര്യത വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണിതെന്ന് മുഹമ്മദ് മോഹസിൻ MLA. പട്ടാമ്പിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് ആഘോഷവും അനുമോദന സദസ്സും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സംസ്ഥാനതല കലോത്സവ വിജയികൾക്കുള്ള അനുമോദന സദസ്സും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവും സംഘടിപ്പിച്ചത്. മുഹമ്മദ് മോഹസിൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം എന്നത് ജീവിതത്തിന്റെ മുഴുവൻ കാലത്തും തുടരുന്ന ഒരു പ്രവർത്തനമായി മാറിക്കഴിഞ്ഞെന്നും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് സ്വീകാര്യത വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണിതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ MLA സൂചിപ്പിച്ചു. ചിലപ്പോൾ പഠിക്കാൻ ആഗ്രഹമുണ്ട്, സാമ്പത്തികമായ സാഹചര്യങ്ങൾ കൊണ്ട് കഴിയാതെ വന്നവർ, ശാരീരികമായ പരിമിതികൾ കൊണ്ട്
എപ്പോഴും കോളേജിലേക്ക് പോകാൻ കഴിയാതെ വന്നു. അങ്ങനെ തുടങ്ങി നിരവധി കാരണങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിപ്പോയ ആളുകൾക്കൊക്കെ ഇന്ന് തിരിച്ചു വീണ്ടും പഠിക്കാൻ കഴിയുന്ന ഒരു അവസരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി യാഥാർത്ഥ്യമായതോടുകൂടി ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, വീട്ടമ്മമാരടക്കമുള്ള ആളുകൾ, നിരവധി ആളുകൾ ഇത് ഏറ്റെടുക്കുകയും അവരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നിരാശയിൽ ഇരിക്കുന്ന സമയത്ത് അവർക്ക് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടുകയും അവർക്ക് താല്പര്യമുള്ള ഒരു കോഴ്സ് പഠിക്കാൻ അതുവഴി അവരുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്നതിനും വലിയ കാരണമായിരുന്നു. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആളുകളും അവര് ഇനി എങ്ങനെ പഠിക്കുക, ഇനി എങ്ങനെ കോളേജിൽ പോവുക, കാരണം അതിന് സമയമില്ലല്ലോ. കാരണം ജോലിയാണ്, ജോലി പോയി കഴിഞ്ഞാൽ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോലും പണം ഉണ്ടാവില്ല. അപ്പൊ ജോലി നിർത്താനും പറ്റില്ല. അങ്ങനെ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു അവസരമായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി മാറിയിട്ടുണ്ട്. ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ പലതരത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞിരുന്നത് മുന്നോട്ട് പോകുമ്പോൾ ആളുകൾ ഏറ്റെടുക്കുമോ എന്നൊക്കെ. പക്ഷേ ഇന്ന് ഈ പറഞ്ഞ പല കാറ്റഗറിയിൽ പെടുന്ന ആളുകളൊക്കെ അത് ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, എന്നാൽ അതൊരു സാധാരണ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് മറ്റു യൂണിവേഴ്സിറ്റികൾ. പട്ടാമ്പി LSC കോർഡിനേറ്റർ ഡോക്ടർ KP രാജേഷ് അധ്യക്ഷനായിരുന്നു. റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ജോജോമോൻ, പഠിതാക്കളായ ഹരിദാസ്, ബക്കർ, സുൽഫിക്കർ അലി, PK ആമിന, ആതിര, പ്രവീൺ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നെല്ലിയോറ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.